സമസ്തയിലെ തർക്കങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന ആശങ്കയിലാണ് മുസ്ലിം ലീഗ്. സമസ്തയിലെ ലീഗ് വിരുദ്ധരെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ വിജയിച്ചിരുന്നില്ല. കെ.ടി. സ്വാലിഹ മലപ്പുറത്ത് നിന്ന് ചേരുന്നുണ്ട്. സ്വാലിഹ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എങ്ങനെ പരിഹരിക്കും ഈ പ്രതിസന്ധിയെ? ലീഗ് ഏത് രീതിയിലായിരിക്കും ഇത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുക? പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് മറ്റ് തെരഞ്ഞെടുപ്പ് പോലെയല്ല. പ്രാദേശികമായി ചില മുന്നണികളും ചില നീക്കുപോക്കുകളും അത്തരത്തിലുള്ള സംസാരങ്ങളും ഒക്കെ ഉണ്ടാകും. അപ്പോൾ സമസ്ത ഇടഞ്ഞു നിൽക്കുന്നത്, സമസ്തയിലെ ഒരു വിഭാഗം ആളുകൾ ഇടഞ്ഞു നിൽക്കുന്നത് ഏത് രീതിയിലായിരിക്കും ലീഗ് നേതൃത്വം ഇടപെട്ട് പരിഹരിക്കാൻ പോകുന്നത്? അല്ലെങ്കിൽ സമസ്തയുടെ നിലപാട് എന്തായിരിക്കും ഇത്തരത്തിലുള്ള ഇടപെടലുകളിൽ? വിനിഷ, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലേക്ക് മുസ്ലിം ലീഗ് കടക്കുമ്പോഴാണ് പ്രാദേശിക തലത്തിൽ തന്നെ ഇത്തരത്തിൽ വലിയ പ്രതിസന്ധി, സമസ്തയ്ക്കകത്തുള്ള വിഭാഗീയത അവരെ ബാധിക്കുന്നത്. സമസ്തയിലെ ലീഗ് വിരുദ്ധരാണ് ശക്തമായ നിലപാടുമായി മുസ്ലിം ലീഗിനെതിരെ ഇപ്പോൾ പ്രവർത്തന രംഗത്ത് തെരഞ്ഞെടുപ്പ് മേഖലയിൽ പോലും അവർ ക്യാമ്പയിനുകൾ നടത്തുന്നുണ്ട് എന്നാണ് മുസ്ലിം ലീഗ് മനസ്സിലാക്കുന്നത്. ഏതാണ്ട് പ്രശ്നങ്ങൾ പരിഹരിച്ചു എന്ന ഒരു വിലയിരുത്തലിലായിരുന്നു മുസ്ലിം ലീഗ് നേതൃത്വം ഉണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് ഈ സമസ്തയുടെ 100ാം വാർഷികാഘോഷവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് ഒരു കോർഡിനേഷൻ കമ്മിറ്റി, മുസ്ലിം ലീഗ് ഇടപെട്ടാണ് ഇങ്ങനെ ഒരു 7 അംഗ കോർഡിനേഷൻ കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയിരുന്നത്. പക്ഷേ ഇതിൽ മുഴുവൻ ലീഗ് അനുകൂലികളായ ആളുകളാണ് ഉണ്ടായിരുന്നത്. സ്വാഭാവികമായും ഇത് എതിർ വിഭാഗത്തിന് വലിയ വിയോജിപ്പ് ഇക്കാര്യത്തിൽ ഉണ്ടായി. അവർ ഇത് പരസ്യമായി തള്ളുകയും ചെയ്തു. മുസ്ലിം ലീഗിന്റെ ഇടപെടലുകൾ തന്നെയാണ് സമസ്തയിലെ ഇത്തരത്തിലുള്ള ഒരു വിഭാഗീയതയ്ക്ക് കാരണമായി അവർ പറയുന്നതും അത് സംഭവിക്കുന്നതും അത് തന്നെയാണ്. ഇത് പരിഹരിക്കുക മുസ്ലിം ലീഗിന് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. പ്രത്യേകിച്ച് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ മുസ്ലിം ലീഗിന്റെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് സമസ്തയാണ്. പക്ഷെ ഓരോ വാർഡിലും ഇത്തരത്തിൽ SKSSFന്റെ ഒക്കെ പ്രവർത്തകർ സജീവമായി മുസ്ലിം ലീഗിനെതിരെ നിലപാടെടുക്കുകയും സമൂഹ മാധ്യമങ്ങളിലൊക്കെ പ്രചാരണം നടത്തുകയും ചെയ്യുന്നുണ്ട്. ഇത് വലിയ തലവേദന അടുത്ത ദിവസങ്ങളിൽ മുസ്ലിം ലീഗിന് ഉണ്ടാക്കും. നിമിഷ.